കോമാളി. ഇവിടെ ഉണ്ടൊരു കോമാളി. ഇവിടെ മൊത്തം കോമാളിമാരാ. കോമാളി. നോക്കി, ഈ മാങ്ങ കുത്തി പൊടിച്ചിട്ട് ഇത്തിരി മുളക് പൊടി ഇട്ടെടുത്താ ഇങ്ങനെ ഒരു കടി കടിക്കണം. എന്നിട്ടിരുന്ന് കഥ വായിക്കാൻ എന്ത് രസാണോ. പുഴ, കഥ, മാങ്ങ, അന്തസ്സിനെ ശരിയാക്കി തരുന്ന അമ്മ വരട്ടെ. അയ്യോ പ്ലീസ് ചേച്ചി, അമ്മോട് പറയല്ലേ. പുസ്തകം ഇത് കണ്ണം തന്നതാ, മാന്ത്രികവനം. ചേച്ചിയോട് ഞാനൊരു രഹസ്യം പറയട്ടെ. കണ്ണം പറയുവാ, ഈ പുസ്തകം തുറന്ന് വായിക്കാൻ തുടങ്ങിയാല് ഇതിൽ നിന്നൊരു കുട്ടിച്ചാത്തം പുറത്തേക്ക് വരുമെന്ന്. വലിയ കൊമ്പും തീ പോലെ ചുവന്നുരുണ്ട കണ്ണും നീണ്ട നാക്കും നീട്ടി ഇത് നമ്മുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ചേച്ചിയുടെ പുസ്തകത്തിൽ ചിത്രങ്ങളുമില്ല, സംഭാഷണങ്ങളുമില്ല. പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ. എന്ത് രസാണോ ഇത് വായിക്കാൻ. ഈ കഥയിലെ കഥാപാത്രങ്ങളൊക്കെ എന്നെ ചുറ്റും വരും, എന്നെ ചിരിപ്പിക്കും, എന്നെ ഒപ്പം കളിക്കും. അവൾ കണ്ണുകൾ തുറന്നപ്പോൾ മാന്ത്രികവനത്തിലായിരുന്നു. അവിടെ ആകെ മുല്ലപ്പൂവിന്റെ സുഗന്ധം. കിളികൾ അവൾക്ക് വേണ്ടി സംഗീതം ആലപിച്ചു. മാലാഖ വന്നു അവിടെ ശോഭയുള്ള വസ്ത്രങ്ങൾ അണിയിച്ചു. അവളുടെ തലയിൽ കിരീടവും കയ്യിൽ മാതൃവടിയും നൽകി.
കിട്ടില്ല. ദേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ ഈ മാന്ത്രിക വഴി ചുരുട്ടി നിന്നെ തവളയാക്കും. അയ്യടി മോളെ, മനസ്സിലിരിക്കുന്നതിന്റെ പൂതി. അതെ, ഞാൻ ഈ ബാലകഥയിലെ കുപ്പി വന്ന പൂന്നല്ല, നിന്റെ അടിമയുമല്ല. ഞാനാണ് ഈ മാന്ത്രികവനത്തിന്റെ പ്രധാന കഥാപാത്രം, കോമാളി. എന്നാൽ നീ ചോദിച്ചല്ലേ, നീനൊക്കെ ഇരിക്കട്ടെ. അയ്യേ, ഇത് മഞ്ചല്ലേ, ഡയറി മിൽക്ക് അല്ലല്ലോ. എനിക്കൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാ. ഹേ കോമാളി, നമുക്കൊരു കളി കളിച്ചാലോ? എന്ത് കളി? ഒളിച്ചു കളിക്കാം. ആദ്യം നീ ഒളിച്ചോ, ഞാൻ എണ്ണ. ഓക്കെ. ചേച്ചിയോ, നല്ല കാര്യം. വന്നത് തന്നെ പഠിത്തം തന്നെ പഠിത്തം. കണക്കിന്റെ ട്യൂഷൻ കഴിഞ്ഞാൽ സയൻസിന്റെ ട്യൂഷൻ, പിന്നെ സ്കൂള്, വീണ്ടും ട്യൂഷൻ, ഹോംവർക്ക്, സെമിനാർ, അസൈൻമെന്റ്, ഗ്രേഡ്, റാങ്ക്. വീട്ടിൽ വന്ന് ബുക്ക് എടുത്ത് കലപ്പില 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 കലപ്പില, ഒരു രക്ഷയുമില്ല. ആദ്യമൊക്കെ നമ്മൾ എപ്പോഴും കളിക്കുമായിരുന്നു. ഇപ്പൊ ചേച്ചി 10ാം ക്ലാസ്സിലാ. ഭയങ്കര സീരിയസാ. അമ്മയും ചേച്ചിയുടെ സൈഡാ. ഈ കൊല്ലം ഞാൻ ഒരു വിധം പിടിച്ചെന്താ, അല്ല എന്നെ വിട്ടേനെ. അത് വിട്, നമുക്കൊരു പാട്ട് പാടിയാലോ? അയ്യപ്പൻ്റെ അമ്മാനെ അയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുങ്ങാ പിള്ളേര് മുങ്ങിയെടുത്തു, തട്ടാ പിള്ളേര് തട്ടിയെടുത്തു, തന്തന 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 നാനേ തന്തന 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 തന്തന. നല്ല മോളല്ലേ, വെറുതെ കിടന്നൊച്ചുണ്ടാക്കല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ കളർ പെൻസിൽ തരാം. കളർ പെൻസിൽ കൊണ്ടുള്ള കോംപ്രമൈസാ വേണമെന്ന് വെച്ചാ മതി. എന്നാൽ എടുക്ക്. ഈ അച്ചു വെക്കരുത് കേട്ടോ, ഒച്ച. അതെന്റെ പേഴ്സണൽ കാര്യം. അതിലാരും ഇടപെടുന്ന എനിക്ക് ഇഷ്ടല്ല. നിനക്ക് പഠിക്കാനില്ലേ? അടുത്ത മാസം എക്സാമാ. മാർക്ക് അങ്ങനെ കുറഞ്ഞ? അതിനെനിക്ക് മാർക്കൊന്നും കുറഞ്ഞിട്ടില്ല. അതിനിട്ട് കുറയാനും പോണില്ല. എന്തോ കുറയില്ല. അത് തന്നെ. അപ്പൊ കഴിഞ്ഞോട്ട സയൻസിന് മാർക്ക് കുറഞ്ഞതോ? അതെ, ആ ഉണ്ടക്കനി ടീച്ചർ പഠിപ്പിച്ചിട്ടാ. ഞാൻ നിങ്ങളുടെ പല തവണ പറഞ്ഞിട്ടുള്ള ടീച്ചർമാരെ കളിയാക്കരുതെന്ന്. ഞാൻ കളിയാക്കിയതല്ല. ആ ടീച്ചറിന്റെ കണ്ണു കുരുണ്ടട്ടാ. അതുകൊണ്ട് ഉണ്ടക്കനി ടീച്ചർ ടീച്ചറിനെ പഠിച്ചോ. എന്നിട്ട് എനിക്ക് മാർക്കൊന്നും കുറവില്ലല്ലോ. അതെങ്ങനെയാ? നിങ്ങൾ രണ്ടും ചേരും. ഹീനാ മെച്ചിക്ക് മരപ്പെട്ടി കോട്ട്. ഞാനൊരു സത്യം പറഞ്ഞതാ. ആ ടീച്ചർ എന്താ ചെയ്യാ? പുസ്തകം പിടിച്ച് മുഴുവൻ വായിക്കും. അത് കഴിഞ്ഞ് ഒരു ചോക്ക് എടുത്ത് ഇതൊരു ടെസ്റ്റ് ട്യൂബ് ആണെന്ന് വിചാരിക്കാൻ പറയും. വിചാരിച്ചല്ലോ. ഇനി ഇതൊരു കുണ്ടാമണ്ടിയാണെന്ന് വിചാരിക്കാൻ പറയും. ഇനി ഈ കുണ്ടാമണ്ടി എടുത്ത് ആ കുണ്ടാമണ്ടിയിലേക്ക് ഒഴിച്ച് മറ്റൊരു കുണ്ടാമണ്ടി ഉണ്ടാവും. എല്ലാവർക്കും മനസ്സിലായല്ലോ? സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ, സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ. ഇതൊക്കെയല്ലേ ആ ടീച്ചർ പഠിപ്പിക്കുക. അതുപോലെ എന്നെ ചേച്ചി രാവിലെ തൊട്ട് രാത്രി വരെ പുസ്തകം പിടിച്ച് ബ്ലാ 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 ബ്ലാ.
പഠിക്കും. ഈ ചേച്ചിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നോട് പറഞ്ഞൊരു കാര്യമില്ല. നീ പഠിക്കാണ്. ഹലോ ഹലോ ചേച്ചി, നിങ്ങളുടെ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. പുസ്തകം ഏതാണെന്ന് അറിയണ്ട എങ്ങനെയാ പറയാ? ദാ നോക്ക്, ഇത്. ഇതാണ് ഉറങ്ങുന്ന സുന്ദരി. 100 വർഷങ്ങളോളം ഉറങ്ങിപ്പോയ സുന്ദരിയുടെ കഥ. എന്നോ വരാനിരിക്കുന്ന രാജകുമാരി. ശരിയാവില്ല, ഈ ചേച്ചി ശരിയാവില്ല. ചിലപ്പോ എനിക്ക് തോന്നുന്നു ഈ ചേച്ചി ഉറങ്ങുന്ന സുന്ദരിയെ പോലെയാണ്. ഞാൻ പോവാ, ചേച്ചി പഠിച്ചോ. കിങ്ങിണിപ്പൂച്ചേ, ആര് പറഞ്ഞു ഞാനാ നിങ്ങളെ കാത്തു എന്നോടൊപ്പം പ്രകാശവലയത്തിൽ അവൾ അതീവ സുന്ദരിയാണ്. മാലാഖമാർ അവൾക്ക് ചുറ്റും നൃത്തം ചെയ്യും. പൂക്കൾ കൊണ്ടുള്ള മെത്തയിൽ അവൾ ഇരുന്നു. ഇത് ഞാൻ എത്ര തവണ വായിച്ചു, എന്നിട്ട് ഇതുവരെ എനിക്ക് ചിന്നുവിനെ പോലെ സ്വപ്നം കാണാൻ കഴിയുന്നില്ല. അതിലെ കഥാപാത്രങ്ങൾ ആരും എൻ്റെ അടുത്ത് വരുന്നില്ല. ഞാൻ എത്രമാത്രം ഒറ്റയ്ക്ക. എന്നപ്പോ ഈ ചേച്ചി സമ്മതിക്കുന്നില്ല. ഓ മതി, നിർത്തിക്കോ. അമ്മ എന്നെ ചീത്ത പറയാ. മഴ കൊണ്ട് വല്ല അസുഖം വന്ന അത് മതി. ഓ എന്റെ പൊന്നു ചേച്ചി, ചേച്ചി ഇത്ര നേരം ആ മുറിയിൽ ഇരുന്നിട്ട് എന്താ വായിച്ചേ? മഴയെ കുറിച്ചല്ലേ ആ കവിത? Song of the Rain by Khalil Gibran. I am dotted silver threads dropped from the heaven by the gods. Nature then takes me to adorn her fields and valleys. എന്താ കവിഭാവന! എന്നിട്ടാ ആ മുറിയിൽ ഇത് ഇത്ര നേരം കരകരാന്ന് കരളുന്നെ. ഇനിയെങ്കിലും ആ മഴയൊന്ന് കാണും, ആ മഴയൊന്ന് നനി. പ്ലീസ് ചേച്ചി, ഒന്ന് വാ. ചിന്നു, എന്നെ വീട്ട്, എനിക്ക് പഠിക്കാനുണ്ട്. അതോട്ടാ പറഞ്ഞത് ആ മഴയൊന്ന് നനയാൻ. മഴ നൃത്തം ചെയ്യുന്നത് ചേച്ചി കണ്ടിട്ടുണ്ടോ? മഴയുടെ സംഗീതം ചേച്ചി കേട്ടിട്ടുണ്ടോ? എന്ത് രസാണോ ആ മഴയത്ത് നനഞ്ഞ് തണുത്ത് നിൽക്കാൻ. പ്ലീസ് ചേച്ചി, ഒന്ന് വാ. അല്ല ചേച്ചി, സത്യം. മഴയെക്കുറിച്ച് 1000 കവിത പഠിക്കുന്നതിനേക്കാൾ 1000 തവണ വായിക്കുന്നതിനേക്കാൾ നന്നല്ലേ ഒരു തവണയെങ്കിലും ആ മഴയൊന്ന് നനയുന്നത്? നീ പറയണതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതെങ്ങനെയാ? ഞാൻ പറഞ്ഞു തരാം. മഴ കൊള്ളുമ്പോൾ, കഥകൾ വായിക്കുമ്പോൾ, കവിത വായിക്കുമ്പോൾ ഞാൻ മറ്റൊരു ലോകത്താണ്. മാലാഖമാരും രാജകുമാരും കോമാളിയും. പിന്നെ ഞങ്ങൾ അങ്ങനെ കളിയും ചിരിയും പാട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. ഞാനും വായിച്ചിട്ടുണ്ട് നിന്റെ മാന്ത്രികവനം. പക്ഷെ എന്തോ എനിക്ക് മാത്രം അവരാരും വരുന്നില്ല. സത്യത്തിൽ എല്ലാവരും എന്നിൽ നിന്ന് അകലെയാ. ചിന്നു, നീ പോലും. എന്നെയും കൂടി കൊണ്ടുപോ നിന്റെ അത്ഭുത ലോകത്തിലേക്ക്. ചേച്ചി, ചെവി ചേർത്ത് വെച്ചു. മഴയുടെ സംഗീതം
പുഴയുടെ അടുത്തൊന്നും പോവല്ലോ, അവിടെ നിറച്ച് നായ്ക്കളായിരിക്കും. എന്നാ ഞങ്ങളുടെ കൂടെ ഓടിക്കോ. മോളെ ഞങ്ങളുടെ കൂടെ വാ, നിന്നെ ഞങ്ങൾ മായം കാഴ്ച കാണിച്ചു തരാം. ചുമ്മാ കൊച്ചിനെ പേടിപ്പിക്കാതെ, അവള് വരും. വരത്തില്ലേ, അവളല്ലേ നമ്മുടെ ഇന്നത്തെ ഹീറോ. എനിക്ക് വീട്ടിൽ പോണം. അതെങ്ങനെയാ? നീ പോയാൽ ഞങ്ങളുടെ വിശപ്പ് മാറണ്ടേ? ഞങ്ങൾ എത്ര നാളായി നിന്നെ നോട്ട് വിട്ടു. ഇന്ന് നീയായി ഞങ്ങളുടെ മുന്നിൽ ചാടി. അതെ, ഇന്ന് ഞങ്ങളുടെ ദിവസം. ഇവളുടെ ഗന്ധം എന്നെ മാത്രം പിടിപ്പിക്കുന്നു. അവൾ മറഞ്ഞപ്പോൾ ഈ കേട്ടകാലത്തിന്റെ സാക്ഷികൾക്ക് മരിക്കുവരെ ഇടനെഞ്ചിൽ ആർത്തനാദ കാലമാണ്. സംഭവ സ്ഥലത്ത് നിന്നും ACC ചാനലിന് വേണ്ടി ക്യാമറമാൻ മനോജിനൊപ്പം കൃഷ്ണേന്ദു.
വാട്സപ്പ് സ്റ്റാറ്റസ് പ്രിയനിജത്തിക്ക് കണ്ണീരിൽ കുതിർന്ന പ്രണാമ ലൈക്ക് അടിക്ക് ഷെയർ ചെയ്യ് സബ്സ്ക്രൈബ് ചെയ്യടാ നിയമക്കാക്കുന്ന കാക്കിട്ടയാളെന്ന പുലമ്പുന്നുണ്ടല്ലോ. പോലീസ് അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുന്ന ഏതാനും തെളിവുകൾ കൂടി ലഭിക്കാനുണ്ട്. ആദ്യാണല്ലോ വസ്ത്രം, വെള്ളയാണല്ലോ നിറം. നീയാക്കെന്താ വേണ്ടത്? ഞാനും എന്റെ പാർട്ടിയും ചിന്നുമോളുടെ മരത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. വീട്ടുകാർക്കുള്ള സാമ്പത്തിക സഹായം അധികമേകത കൈമാറുന്നതാണ്. അടിമക്കടവുളെ ഉളുപ്പെന്ന വാക്കിന്റെ അർത്ഥം എന്ന് അറിയുമോ? നീതിദേവത അവിടെ അവിടെ ഓർഡർ ഓർഡർ. ഈ കേസ് അടുത്ത മാസം 23-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ കൊട്ടിയടിച്ച കാതുകൾ